വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ. നമ്മുടെ വീടുകളിൽ വൈകുന്നേരം വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ആ മുറിയിലെ ഇരുട്ടിനെ മാറ്റുക എന്നതാണല്ലേ. എന്നാൽ ആ വിളക്ക് തെളിയണമെങ്കിൽ അതിലെ തിരിയും എണ്ണയും സ്വയം കത്തിയെരിയണം. മറ്റൊന്നിന് വെളിച്ചം നൽകാൻ ഒന്ന് സ്വയം ഇല്ലാതാകണം. നമ്മുടെ ജീവിതവും ഇതുപോലെ ഒരു വലിയ ബലിയാണ്. പക്ഷെ നമ്മൾ ആർക്കു വേണ്ടിയാണ് കത്തിയെരിയുന്നത്? സ്വയം അഹങ്കാരത്തിനോ അതോ ദൈവത്തിനോ? സംഖ്യാപുസ്തകം 29 അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനത്തിൽ ഇസ്രായേൽ ജനത അർപ്പിക്കേണ്ട പാപപരിഹാര ബലികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കോലാടിനെ പാപപരിഹാര ബലിയായി അർപ്പിക്കണം എന്നാണ് വചനം. പഴയ നിയമത്തിൽ മൃഗബലിയിലൂടെയായിരുന്നു പാപമോചനം തേടിയിരുന്നത്. എന്നാൽ ഈ നോമ്പ് കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊന്നാണ്. ഇന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മൃഗബലിയല്ല, നേരെ മറിച്ച് നമ്മുടെ ഉള്ളിലെ ഞാൻ എന്ന അഹംഭാവത്തെ, ആ ബലിയെ ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റൊരാളോട് ക്ഷമിക്കാൻ തടസ്സമായി നിൽക്കുന്ന നമ്മുടെ വാശിയെ നമുക്ക് ബലി കഴിക്കാൻ പറ്റുമോ? നമ്മുടെ സുഖസൗകര്യങ്ങളിൽ നിന്ന് അല്പം മാറ്റി നിർത്തി പാവപ്പെട്ടവനെ സഹായിക്കാൻ നമുക്ക് കഴിയുമോ? ക്രിസ്തു നമുക്ക് വേണ്ടി സ്വയം ബലിയായി തീർന്നത് ഒരു പാഠമാണ്, ഒരു വലിയ പാഠം. സ്നേഹം എപ്പോഴും ഒരു ത്യാഗമാണ്. പാപപരിഹാരം എന്നത് വെറും വാചകമല്ല, അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട ഒന്നാണ്. നോമ്പ് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം ഒരു ശുദ്ധമായ ബലിപീഠമായി മാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ നോമ്പ് കാലം അവസാനിക്കുമ്പോൾ നമ്മൾ വെറും ഉപവാസക്കാർ മാത്രമാകരുത്, സ്നേഹത്തിൻ്റെ ബലി അർപ്പിക്കുന്നവരാകണം. ഇരുട്ടുള്ള ഇടങ്ങളിൽ വെളിച്ചമാകാൻ, മുറിവേറ്റവർക്ക് മരുന്നാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഓർക്കുക, ഏറ്റവും വലിയ പാപപരിഹാര ബലി അപരനെ സ്നേഹിക്കലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയമാകുന്ന ബലിപീഠത്തിൽ അർപ്പിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ വീഴ്ചകളും എൻ്റെ കുറവുകളും മാത്രം. സംഖ്യാപുസ്തകത്തിൽ പറയുന്ന ആ പാപപരിഹാര ബലി പോലെ എൻ്റെ ഉള്ളിലെ ഞാൻ എന്ന അഹംഭാവത്തെ, എൻ്റെ അഹങ്കാരത്തെ നിൻ്റെ കാൽക്കൽ ഞാൻ ബലിയായി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ നിമിഷങ്ങളിലും അങ്ങ് ഇടപെടണമേ. ആമേൻ.